അപ്പോൾ ഗൈസ് എനിക്ക് നാളത്തെ ബർത്ത്ഡേക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു ചാക്ക്, ഈ ചാക്ക് നിറച്ച ഗിഫ്റ്റാണ്. ഇതിനകത്ത് എന്തൊക്കെയോ ഞാൻ കാണുന്നുണ്ട്, ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ. അപ്പോൾ ഫസ്റ്റ് മോൾ തന്നെ നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാനിത് അൺബോക്സ് ചെയ്യും. ഒരു വല്ല പാറ്റിയോ പള്ളിയോ പഴുതാരോ ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഫ്രൈ ചെയ്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും. എടി നീ തന്നെ അങ്ങോട്ട് എടുത്തോ. ഇല്ല, എനിക്ക് ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ചാക്ക് നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തി. ചെറുതിന്താ ചെറുതോ? അപ്പൊ അത് ഇതാ, അത് വലുതാ. പേപ്പറൊക്കെ നമ്മൾ സൂക്ഷിച്ചു വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ബർത്ത്ഡേ ചിലപ്പോൾ ഇവിടെ തന്നെ ബർത്ത്ഡേക്ക് നമുക്ക് 4 ദിവസം കഴിഞ്ഞ എന്റെ ബർത്ത്ഡേ, 4 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ബർത്ത്ഡേ. അപ്പൊ ചിലപ്പം അതിന് ഉപകാരപ്പെടും. ഒക്കുമല്ലോ എല്ലാത്തിനും. നേരെ കുറച്ച് വാർത്തകൾ അൺഎക്സ്പെക്ടഡ് ആണെന്ന് വിചാരിക്കും. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവിടെ കൊണ്ട് ഒരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റത്തില്ല. സർപ്രൈസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞിട്ട് ഇതൊക്കെ കാണിച്ചു. എല്ലാം കാണിച്ചു തന്നിട്ടില്ല, ചിലതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു സാധനം ഹാൻഡ് മെയ്ഡ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫർസാന ഖാൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി ഒരു ഹായ് ഇട്ടാൽ മതി. തിരിച്ചൊരാഴ്ച കഴിഞ്ഞിട്ട് ഹായ്ക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ചിലപ്പോൾ അതൊന്നും വരില്ല. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഖാൻ സാർ എന്ന പേജിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇതിന്റെ ബാക്കിൽ നമുക്ക് മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒട്ടിക്കാം. ഇത് ഞാൻ, ഇതിന്റെ ഭാവി ഭർത്താവ്, ഇതെന്റെ 2 കുട്ടികൾ. കൊണ്ടുവന്ന് ഞാനാരെ ഇത് തന്നതാവൾ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആലോചിക്കുള്ളൂ. അപ്പൊ അടുത്ത ഗിഫ്റ്റാണ് നമ്മൾ പൊട്ടിക്കാൻ പോണത്. ഞെട്ടില്ല ഗൈസ്, ഇതൊന്നും ഞാൻ കണ്ട് ഞെട്ടില്ല. ഇതെല്ലാം ഇവിടെ എന്നെ കാണിച്ചു തന്നതാണ്. പക്ഷെ ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ ശിലയിൻ്റെ ലോഗോ ഇത് ഞാൻ എൻ്റെ യൂണിറ്റിൽ കൊണ്ട് തൂക്കിയിടുന്നത്. അടുത്ത ഗിഫ്റ്റ് അത് ഞാൻ 2, 3, 4, 5 സാധനങ്ങൾ എനിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടെ അവരിട്ടത് കടയിൽ ഡയറക്റ്റ് ആയി മേടിച്ചു കൊടുത്തത്. ഡെഡിക്കേഷൻ 5 മന്ത്സ് അല്ല 5 മന്ത്സ്. എൻ്റെ ഫേവറേറ്റ് സാധനം ഇതിനൊരു കഥയുണ്ട്. ഇതിന് രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, ഡയറി മിൽക്ക് വേണോ, സ്നിക്കേഴ്സ് വേണോ, കിറ്റ്കാറ്റ് വേണോ, മഞ്ച് വേണോ. അപ്പം ഞാൻ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, അപ്പം കിറ്റ്കാറ്റ്. അപ്പം ഞാൻ പറഞ്ഞ മഞ്ച്. അങ്ങനെ മേടിച്ചാണ് ഇത്. പക്ഷേ 2 ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പീച്ചി എടുക്കാം. അപ്പോൾ അടുത്ത ഇത് ഫ്രെയിമാണ്. ഇതെന്താ ഇത് ഞാൻ കണ്ടതാണോ? കാണാതെ വല്ലതുണ്ടോ? കാണാത്ത ഒരെണ്ണേ ഉള്ളൂ. അത് ഇന്നിരുന്ന് ചെയ്തേ, ഇന്ന് രാവിലെ വരുന്നേരുന്ന. ഇത് ഞാൻ കണ്ടതാണ്. ഇതിനകത്തൊരു രഹസ്യം. ഇത് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എഡിറ്റ് ചെയ്ത് വെച്ചത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് തരാൻ പറഞ്ഞ സാധനമാണ്. ഇത് കണ്ടോ, എന്റെ പൂന്തോട്ടത്തിൽ വീണ്ടും 2 പൂക്കൾ. ഇതെന്തുവാ? ഞാൻ കുറച്ച് എക്സറ്റിക് സാധനത്തിന്റെ അഡിക്റ്റഡ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ മാറ്റം പിന്നെ മൈ ഗോഡ്, ഇത് പിന്നെ എടുക്കണോ? കമ്പ് വെച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടാൻ എടുക്കാം. ഈ കമ്പ് ആ കമ്പല്ലേ ഇത് കൊള്ളാം കേട്ടോ. ഇങ്ങോട്ട് എവിടെയാണ് ക്യാമറ? കാണാമോ എന്നറിയാം. കഞ്ചി നീ കട്ട എന്തിനാണ്? അടുത്ത കട്ട മനസ്സിലായി, എനിക്ക് മനസ്സിലായി എന്താണ്. ഇതും എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ഇത് നിനക്ക് ഇഷ്ടപ്പെടുവോ? ഈ മണം നിനക്ക് ഇഷ്ടപ്പെടുവോ? മണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുവാണോ. ഈ മണം നിനക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നേക്കണേന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണം. ഇല്ല, ഇത് മറ്റേ ലവ് എന്ന് എന്താ എന്റെ പേരിന്റെ എൻറ്റേണൽ ലവ് എന്ന് പറയുന്നൊരു ഇതാ സംഭവം. നല്ല മണം, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവത്തൂടെ ചെറിയൊരു സാമ്പിൾ വാങ്ങാൻ. പുറത്തുനിന്ന് മണം വരുന്നത് നല്ല മണം, ലക്ഷ്യന്റെ ഒക്കെ മണം. ഇല്ല, കുളിച്ചിട്ട് ഇറങ്ങി വരുന്നവരുടെ ഫ്രഷ് മണം. കുളിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് പുറത്ത് പോകുന്നത്. അടുത്തത് എനിക്ക് പോളറോയിഡിന്റെ ഫോട്ടോ. നമ്മുടെ കോളേജിലെ ഇനി അടുത്ത ഒരു സാധനം അവൾ ഇതുവരെ കണ്ടില്ല. മനസ്സിലായി? അത് ഞാൻ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇതെങ്കിലും കാണിക്കാതെ ചെയ്യണമെന്നാണ്. അത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം ചെയ്ത സാധനം അത് അവ ഇത്രയും ലേറ്റ് ആയത്. അപ്പം അത് നീ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് ബാക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. തരും എന്താ ഇത് ഞെട്ടിയില്ലേ? ഇത് ഞെട്ടി കാര്യം ഞാൻ പറഞ്ഞില്ല. ഇത് കണ്ടിട്ട് നമ്മൾ കാറിലെടുത്തോണ്ട് ഒരു ഇലുസ്ട്രേഷൻ ആക്കാൻ. ഇത് ഇലുസ്ട്രേഷൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള ഗുണങ്ങൾ ഇതാണ്. പൊടി അതൊന്നുമല്ല, അത് പഠിച്ചിട്ട് വലിയ ഗുണം നിൽക്കുന്നുണ്ട്. ഷീസ് ആൻഡ് ആർട്ടിസ്റ്റ് ഗൈസ്. ഇതേപോലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ ഡിം ചെയ്താലും ഞാൻ പറയും. ഡയറക്റ്റ് അവരെ ഡിം ചെയ്തത് എങ്ങനെ ഡിം ചെയ്താൽ ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം.
ഇത് ഞാൻ ഇതേപോലെ കാണിച്ചില്ല. രാവിലെ ഞാൻ ഇതേപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ വരച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതല്ലായിരുന്നല്ലോ. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ രാവിലെ ഇത് ഇന്ന് കാറിൽ ഇരുന്നിട്ട് എടുത്ത ഫോട്ടോയാണ്. ഇതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അത്രയൊന്നും നോക്കണ്ട. എന്റെ എന്റെ കയ്യിൽ അത്ര ഇത് മതി. ഇല്ലെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്നത് കാര്യം എനിക്ക് അവർക്ക് നാളെ മറ്റന്നാൾ എനിക്ക് തരാനുള്ളത്. പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി സമയത്താണ് ഞങ്ങൾ വെട്ടിയത്. അപ്പൊ ഇമ്മ ഉണ്ടാക്കി ഡെഡിക്കേഷൻ ഫാമിലി ഫുള്ളായിട്ട് ഫാമിലി ടീമർക്ക് നിങ്ങൾ റിപ്പീറ്റ് അവള് എടുത്ത് പറഞ്ഞ് നാളെ വന്നാൽ മതി, മറ്റന്നാൾ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അയ്യോ എല്ലാം പ്ലാൻ ആൻസർ കല്യാണ ആൽബം പോലെ പക്ഷേ ഇതെനിക്ക് കാണിച്ചു തന്നപ്പോ ഞാൻ ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഈ സെയിം അത്രയും ഉള്ളതെന്ന് വിചാരിച്ചേ. നിങ്ങൾ കാണുന്നുണ്ട് പൈസ കാണുന്നുണ്ടോ? ഈ കണ്ടാ പറയുമോ ഈ പെണ്ണായി അതെ ഇത് ഇത് ഞാനാ കഴിച്ച ഇങ്ങനെ ഇരിക്കുന്നത് സർപ്രൈസ് ആയ ഇവിടെ എനിക്ക് പറയാൻ തിരിച്ച് ഞാൻ സർപ്രൈസ് ഇത് റിയലാണ്, ഫേക്ക് അല്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും എനിക്ക് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫേവറേറ്റ് ഇത് രണ്ടുമാണ് എനിക്ക് ഫേവറേറ്റ്. വീട് പോയി. അപ്പോൾ ഗൈസ് നമ്മുടെ പ്രാങ്ക് വീഡിയോയും സർപ്രൈസ് വീഡിയോയും ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗൈസ്. എനിക്ക് നീ പ്രാങ്ക് വന്നപ്പോഴത്തേക്ക് ചോദിച്ചില്ലേ എന്താ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നു എനിക്ക് മേടിച്ചാന്നൊക്കെ. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ കുറച്ച് ഞെട്ടിയില്ല. കാരണം എന്താന്ന് ഞെട്ടാൻ വെച്ചാൽ മാത്രമേ ഈ സാധനങ്ങളൊക്കെ എന്നെ നേരിട്ട് കാട്ടി ഞാൻ ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ പറ്റാൻ. ഞാൻ 11-ാം തീയതി ആവണേ എന്ന് പറഞ്ഞില്ലേ. കുറച്ച് ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് 11-ാം തീയതി ഇടാൻ വേണ്ടി. നാളെ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും കാണുന്നത് ഒരു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തുവാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് സർപ്രൈസ് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് പറയാം. സീക്രട്ടുകൾ മനസ്സിൽ വെക്കാൻ പറ്റത്തില്ല. പിന്നെ മനസ്സാണ് എനിക്ക് സീക്രട്ടിന്റെ അല്ല സർപ്രൈസ് ഒക്കെ ഉണ്ടല്ലോ. നീ ഇങ്ങനെ ഞാൻ തരുമ്പോൾ നീ സർപ്രൈസ് ആവണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. ചിലപ്പോൾ അത് നേരത്തെ വിളിച്ച് ആ ഒരു ഇതിൽ നിൽക്കുമല്ലോ. ഇനി ഇവർക്ക് കൊടുക്കുന്ന ഓരോ ഗിഫ്റ്റുകളും ഇവർക്ക് ഇഷ്ടപ്പെടും. ഇവിടെ തലയിൽ ഇട്ടുന്ന പൂവിന്റെ ക്ലിപ്പല്ലേ, അത് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ അത് ഇടുന്ന കണ്ടിട്ട് ഞാൻ ഇവിടെ സൂചി ഞാൻ ആലോചിച്ച് മേടിച്ചപ്പോൾ ഇത് അവൾ ഇടൂ, അവളെ മുടിയിൽ ഇതിരിക്കൂ, അത് ഇറങ്ങി പോകും. പിന്നെ പൂവ് ചോദ്യമാണ്. അപ്പോൾ ഞാൻ എടി നീ ക്ലിപ്പ് ഞാൻ നോർമലായിട്ട് ചോദിക്കണം, ഈ ക്ലിപ്പ് നീ യൂസ് ചെയ്യുമോ, എനിക്ക് ഇത് ഇരിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നാടി എനിക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഈ കുഴപ്പമില്ല, എനിക്ക് ഓക്കെ. അപ്പോൾ എനിക്ക് സമാധാനം വന്നു. മേടിച്ചതിനൊരു ഇടുവല്ലേ, കാണാലോ, ഇട്ട് കാണാലോ. നമ്മൾ മേടിക്കുന്നത് യൂസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ്. അത് യൂസ് ചെയ്യാതിരിക്കുമോ എന്നുള്ള പേടി കാരണമാണ് എൻ്റെ ഈ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു പോകുന്നത്. അത് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ മേടിച്ചിട്ട് എടി നീ അത് ചെയ്യൂടി, നീ ഇത് എടുക്കൂടി, നീ ഇത് ഇടൂടി എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് തോന്നും. എന്റെ ബർത്ത്ഡേക്ക് ഇത്രയും ഗിഫ്റ്റുകൾ എനിക്ക് ഇത്രയും കിട്ടുന്നത് ആദ്യം. അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും മേടിക്കും, ഞാൻ തന്നെ പൊതിഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ തന്നെ ബർത്ത്ഡേക്ക് പൊളിക്കും. ഇത്രയും പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ ഇവക്ക് അനിയത്തിയായിട്ടാണ് വരുന്നത്, ചേച്ചിയുണ്ട്. പ്രായം വേണ്ട, ഒരു 3-4 വയസ്സിന് ഡിഫറൻസ് അത്രയല്ല. അല്ല സത്യം പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേ പ്രാവശ്യത്തെ ഞാൻ അധികം എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എന്റെ ബർത്ത്ഡേ എന്തായാലും എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല എന്റെ ബർത്ത്ഡേ. പക്ഷേ ആ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് ഇവളുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ആഘോഷിക്കാൻ പറ്റിയില്ല. അന്ന് എക്സാം ഒക്കെ ആയിട്ട് അത് അങ്ങനെ പോയി. ആ സമയത്ത് ഇവൾ എനിക്ക് സർപ്രൈസ് ഒക്കെ തന്ന് എന്നെ അങ്ങ് ഞെട്ടിച്ചാണ്. അപ്പോൾ രാവിലെ വന്നിട്ട് നീ ബാഗ് തുറന്ന് നോക്കണേ എന്നൊക്കെ വന്നിട്ട് ഞാൻ ബാഗ് വീട്ടിൽ ചെന്ന് തുറന്നാൽ മതി, പക്ഷേ ബാഗിൽ സാധനം ബാഗിൽ വെക്കാൻ പറ്റപ്പാട്. എക്സാം തീർന്നാലും ബാഗിനകത്ത് സാധനങ്ങൾ കൊണ്ട് വെക്കല്ലോ, ബുക്കും കാര്യങ്ങളും. അപ്പോൾ ഇത് കാണും, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അത് കാണാതായിട്ടാണല്ലോ എന്ന് കരുതിയിട്ട് എങ്ങനെയോ ഒക്കെ കൊണ്ടുവച്ച സംഭവം. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത് ബാഗിൽ സംഭവം വെച്ചിട്ടുണ്ട്, നീ വീട്ടിൽ ചെന്നിട്ടേ അത് തുറക്കണം. പക്ഷെ എൻ്റെ മനസ്സിലത് ഇരിക്കുന്നത് എന്താണെന്ന് അറിയാതിരിക്കുന്നത് പൂരിതരുമുണ്ടല്ലോ, അത് എനിക്ക് അങ്ങ് പൊട്ടിച്ചോളാൻ വയ്യ. പിന്നെ ലാസ്റ്റ് അവിടെ പെർമിഷനോടെ തന്നെ അവിടെ നിന്ന് തന്നെ പൊട്ടിക്കണോ, നീ പോയ പൊട്ടിക്കൂടി പൊട്ടിക്കാൻ. ഞാൻ പറഞ്ഞത് ഇപ്പൊ പൊട്ടിക്കാൻ ബർത്ത്ഡേ ആയില്ല, ബർത്ത്ഡേ ആയിട്ടില്ല. 13-ാം തീയതി തന്നെ 13-ാം തീയതി 14-ാം തീയതി എക്സാം ഇല്ല. അപ്പോൾ ഞാൻ 13-ാം തീയതി കൊണ്ടുവച്ച് ഞാൻ 14-ാം തീയതി പൊട്ടിക്കാം. അതായത് 13-ാം തീയതി ഗിഫ്റ്റ് ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞ് പൊട്ടിക്കാവുള്ളതെന്ന് പറയാൻ വന്നേ അവൾക്ക്. പക്ഷെ അവൾ എനിക്കൊരു പ്രാങ്ക് ഒന്ന് സ്ഥിതിക്ക് ആ വീഡിയോ തന്നെ ഈ സർപ്രൈസ് കാണുമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ സർപ്രൈസ് അല്ല, എന്നാലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നോക്കി ഇരുന്ന് കൊടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാം, അഞ്ജലിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണമെങ്കിൽ ബെല്ലൈക്കൺ അങ്ങനത്തെ എന്തൊക്കെ പറയില്ല, അതൊക്കെ ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എങ്കിലും ഒരു വീഡിയോ കിടക്കട്ടെ, എപ്പോഴേലും ഒന്ന് സബ്സ്ക്രൈബേഴ്സും ബിരിയാണി വിളമ്പിയാലേ ഭാവിയിൽ നമുക്ക് ഇങ്ങനെ നോക്കാൻ ഒരു മെമ്മറി. അതെ, ഇതൊക്കെ തന്നെ നീ കാണണം എന്നെ കാണിക്കാം. അല്ല, എനിക്ക് ഞാൻ എന്റെ കുട്ടികൾക്ക് ഭാവിയിൽ കാണാം. ആവശ്യമുണ്ട്. പ്രാങ്ക്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.